NPT എന്ന് പറയുന്ന ഒരു കരാറിൻ്റെ മേലാണ് അമേരിക്ക ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം NPTയെ നിരാകരിച്ചുകൊണ്ട് ഒരു ആയുധ പരീക്ഷണം നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് BJPയുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പറഞ്ഞു, ഈ പുതിയ ഞങ്ങൾ ഗവൺമെൻറ്റിൽ വരികയാണെങ്കിൽ നമ്മുടെ ആണവ നയം പുനഃപരിശോധിക്കും എന്നൊരു വാക്ക്. ഇത് അമേരിക്കക്കാരെ വളരെയധികം വിഷമിപ്പിച്ചു. ഇതാണ് സംഭവിക്കുന്നതിൽ എന്താണ് ഉണ്ടാവുക? അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രതിനിധികളെയും അവർ ഇന്ത്യയിലേക്ക് അയക്കുകയും എന്താണ് ശ്രീ വാജ്പേയിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം, ശ്രീ വാജ്പേയി അധികമൊന്നും സംസാരിക്കാറില്ല, അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പോയ പല പ്രതിനിധികളും തിരിച്ചു വന്ന് പ്രസിഡന്റ് ക്ലിൻ്റണോട് പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഒരിക്കലും ആറ്റം ബോംബൊന്നും പൊട്ടിക്കുകയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത അവർക്കൊക്കെ പിന്നെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ എല്ലാ അതോറിറ്റീസും, അതും നോർത്ത് ബ്ലോക്കിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന എല്ലാ സെക്രട്ടറിമാരും എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും, ലോകത്തിൻ്റെ സാങ്ഷൻസ് എല്ലാം നമുക്കെതിരായി വരും, വേൾഡ് ബാങ്ക് IMF എല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ഇല്ലാതാകും, അതുകൊണ്ട് തന്നെ പോകാൻ പാടില്ല എന്നെല്ലാവരും അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്. പക്ഷേ 13 ദിവസത്തിനകം അദ്ദേഹം ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുകയുണ്ടായി, അതും 5 ന്യൂക്ലിയർ വെപ്പൺസ്. എന്നിട്ട് ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ ക്ലിൻ്റനുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി അമേരിക്കയ്ക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും സാറ്റലൈറ്റ്സും സ്പൈസും ഒക്കെ ഉള്ള സമയത്ത് എങ്ങനെ ഇന്ത്യ ഇത് സാധിച്ചു എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയായി. അവസാനം അതിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നരസിംഹറാവിൻ്റെ കാലത്ത് ഇന്ത്യൻ അംബാസഡർ നരസിംഹറാവിനെ കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് ചില വാർത്തകൾ ലഭിക്കുന്നുണ്ട്, നിങ്ങൾ ആണവ പരീക്ഷണം നടത്താൻ ശ്രമിക്കുന്നതായി കണ്ടൊരു തെളിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നരസിംഹറാവ് പറഞ്ഞു, തെളിവുണ്ടെങ്കിൽ കാണിക്കൂ. അപ്പോൾ അമേരിക്കൻ അംബാസഡർ 2-3 സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു. ഇതാ ഞങ്ങളെടുത്ത പിക്ചേഴ്സാണ്, ഞങ്ങളുടെ സാറ്റലൈറ്റ് എടുത്ത പിക്ചേഴ്സാണ്, ഇത് അബ്ദുൽ കലാമാണ് ഇവിടെ നിൽക്കുന്നത്, ഇത് സന്താനമാണ്, ഇവരൊക്കെ ഞങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തോ പോഖ്രാനിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നരസിംഹറാവ് പറഞ്ഞു, ഓക്കെ, ക്യാൻ യു ലീവ് ദീസ് പിക്ചേഴ്സ് ബിഹൈൻഡ് ഫോർ അസ്. ഒരു വലിയ മിസ്റ്റേക്കാണ് അമേരിക്കൻ അംബാസഡർ ചെയ്തത്. അപ്പോൾ ആ പിക്ചേഴ്സ് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ട് അംബാസഡർ തിരിച്ചുപോയി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? നമുക്കറിയാനും കഴിഞ്ഞു ഏത് സമയത്താണ് അമേരിക്കൻ സാറ്റലൈറ്റ് പോഖ്രാൻ്റെ മുകളിൽ വരിക എന്നുള്ളത്. അപ്പോൾ ആ സമയം മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഭൂമിക്കടിയിൽ പോയിക്കൊണ്ടിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്കക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. ക്ലിൻ്റൺ ഏറ്റവും വലിയ ദേഷ്യം വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഷാൽ ട്രീറ്റ് ദീസ് ഫെലോസ്, I don't know, some absurd words he used, I wouldn't use that. അത്രമാത്രം പ്രശ്നമായിരുന്നു, അത്രമാത്രം പ്രയാസമുള്ളൊരു സമയമായിരുന്നു. ഏകദേശം 2 മാസത്തോളം അമേരിക്കക്കാർ ഞങ്ങളോട് സംസാരിച്ചു പോലുമില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഫോറിൻ ഓഫീസിൽ പോയി ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചാൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യു, വാട്ട് യു ഹാവ് ഡൺ ഈസ് എ ക്രൈം, ടെൽ അസ് ഹൗ വി ഷുഡ് പണിഷ് യു. ക്യാൻ യു ഇമാജിൻ ദ അമേരിക്കൻസ് ടെല്ലിങ് us that you want to be drowned, you want to be poisoned, you want to be hanged, that's all that we want to know. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് അത് മാറ്റിയെടുത്തത് ശ്രീ വാജ്പേയി തന്നെയാണ്. അദ്ദേഹം ജസ്വന്ത് സിംഗിനെ അയച്ചു. 2 വർഷം നീണ്ടു നിന്നു അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആണവ ചർച്ചകൾ. ജസ്വന്ത് സിംഗും അവിടുത്തെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററായിരുന്ന ടാൽബർട്ടും തമ്മിൽ 16 തവണ 2 വർഷം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയത്. പക്ഷേ ആ സമയത്ത് ഒരു കരാറുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഗവൺമെൻറ് മാറ്റമുണ്ടായി. പക്ഷേ പിന്നീട് 2005 ഉണ്ടായ ന്യൂക്ലിയർ കരാർ, ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗും പ്രസിഡന്റ് ബുഷുമായിട്ടുണ്ടായ ആ കരാർ യഥാർത്ഥത്തിൽ ജസ്വന്ത് സിംഗും ടാൽബർട്ടും കൂടെ ചർച്ച ചെയ്തതിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ അങ്ങനെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായൊരു കാലത്ത് പ്രധാനമായും അതിന് ശ്രമിച്ചതും സമാധാനത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ ശക്തമായ നമ്മുടെ അവകാശങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ നയിച്ച
വ്യക്തിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയെ എങ്ങനെയാണ് അവർ കാണുന്നതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാം. ശ്രീ നരസിംഹറാവു പലതവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഒരു പത്രവും എഴുതാറില്ലായിരുന്നു. പക്ഷേ ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി വാഷിങ്ടണിലെത്തിയപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെയും വാഷിങ്ടൺ പോസ്റ്റിൻ്റെയും ഫ്രണ്ട് പേജിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ചിത്രമായിരുന്നു. അത്രമാത്രം വ്യത്യാസമുണ്ടായി അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഇങ്ങനെ നോക്കിയാൽ ഈ പ്രധാനമായിട്ടും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം സംരക്ഷിക്കുക, ചൈനയുമായും പാകിസ്ഥാനും സമാധാനം സ്ഥാപിക്കുക, അമേരിക്കയുമായി ഒരു നല്ല കരാറിൽ ഏർപ്പെടുക എന്നുള്ളതെല്ലാം വളരെ വലിയ നേട്ടങ്ങളാണ്. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ തന്നെയാണ്. ഇതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഇത്ര വലിയ നേട്ടങ്ങൾ വിദേശ നയത്തിൽ കൊണ്ടുവന്ന പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം ആരും ഉണ്ടായിരിക്കില്ല എന്ന് നമുക്കാണെങ്കിൽ കണക്കാക്കാൻ കഴിയും. ഇത് വളരെ ചുരുക്കത്തിൽ പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ വലിയ വലിയ പ്രാധാന്യം. നമസ്കാരം.